കേന്ദ്രത്തിൽ എന്തൊക്കെയോ ചില പൊട്ടലും ചീറ്റലും വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മോദിക്കെതിരെ എന്തോ പരാമർശം നടത്തിയിട്ടുണ്ട്. മോദി ഒരു ആത്മപരിശോധന നടത്തണം എന്ന് തുടങ്ങി ചില പരാമർശങ്ങൾ, അതായത് BJP-യെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന തരത്തിലുള്ള, കേന്ദ്രമന്ത്രിസഭയെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് അതിലെ വാസ്തവവും? അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂനെയിലൊരു പുസ്തക ഉത്സവം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയൊരു പ്രസംഗമാണിത്. ആ പ്രസംഗത്തിലാണ് ഭരണാധികാരി, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി വിമർശനങ്ങളെ സഹിഷ്ണുതാപരമായിട്ട് സ്വീകരിക്കണം, എഴുത്തുകാർക്കും അതുപോലുള്ള മറ്റ് സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതൊക്കെ സഹിഷ്ണുതാപൂർവ്വം ഭരണാധികാരി സ്വീകരിക്കണം എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പം വലിയ രീതിയിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കറിയാം 2019 ഈ ഗഡ്കരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു താരപ്രചാരണമൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാൽ 24 ആയപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പ്രചാരണത്തിനൊന്നും അദ്ദേഹത്തിനെ വലിയ രീതിയിൽ കണ്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയും അമിത്ഷായും പങ്കെടുത്ത ചില പരിപാടികളിൽ ഈ ഗഡ്കരിയുടെ അഭാവം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ ഗഡ്കരി നടത്തുന്നത്. കാരണം മാത്രമല്ല, ഗഡ്കരി പറയുന്നുണ്ട് ഒരു വ്യക്തിത്വം, ഒരു സമൂഹത്തിലൊരു ആളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നതിന് മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ എന്ന് പ്രധാനം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലാവരുത്. നമുക്ക് വിശ്വഗുരുവായി തീരണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഒപ്പം കൊണ്ടുപോയി ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വിശ്വഗുരു ആകാൻ സാധിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള, അങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ഭാഷ അല്ലെങ്കിൽ സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ വ്യക്തമാകുമ്പോൾ ഡയറക്റ്റ്ലി മോഡി എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നേരെ ചെല്ലുന്നത് BJP-ക്കെതിരെയും അല്ലെങ്കിൽ മോദി എന്ന് പറയുന്ന ഭരണാധികാരിക്കെതിരെയാണെന്നുള്ളൊരു വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഗഡ്കരി ഇപ്പോൾ ഇത്തരം രീതിയിൽ, കാരണം ഗഡ്കരി കേന്ദ്ര ഗതാഗത മന്ത്രിയായ ഗഡ്കരിക്ക് BJP-യിൽ വലിയ ഉന്നതമായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്, ഏറ്റവും മികച്ച ഒരു പാർലമെന്ററിയനാണ് അദ്ദേഹം ഒക്കെയുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ്, സാധാരണപ്പെട്ട ഒരാളല്ല, അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ്, ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, RSSന്റെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, മോഹൻ ഭാഗവത്, അദ്ദേഹം ഇതിനെതിരെ കുറച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് പല ആളുകളും ഇവിടെയുള്ള നേതാക്കൾ ഭഗവാന്മാരായി തീരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇത്തരം രീതി. അപ്പോൾ ഇതൊക്കെ മോഡിക്കെതിരെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ വോട്ട് ചോർച്ചകൾ RSSന്റെ നേതൃത്വത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിച്ചില്ല. ക്യാമ്പയിനിൽ അവരൊന്നും കൃത്യമായിട്ട് ഇറങ്ങിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടുകൾ ചോർന്നു പോയത് എന്നൊക്കെയുള്ള പരാമർശങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ പിന്നാലെയാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ RSS BJP-ക്കെതിരെ മോദിക്കെതിരെ തിരിഞ്ഞു തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ എന്താണ് തോന്നുന്നത്? തിരിഞ്ഞു തുടങ്ങിയോ? അതാണ് പറയൂ. ഈ ഒരു പരാമർശങ്ങളിലൂടെ എന്ത് തോന്നുന്നു? എനിക്കങ്ങനെയാണ്. അതായത് BJP-ക്കെതിരെയാണോ അമിത്ഷാ മോദി കൂട്ടുകെട്ട്, ആ വ്യക്തിപരമായി അവർക്ക് രണ്ടുപേർക്കെതിരെയാണോ അതോ BJP-ക്കെതിരെയാണോ? അതായത് 2 മാസം മുമ്പേ പറഞ്ഞത് വ്യക്തിപൂജ നല്ലതല്ല, ചില നേതാക്കന്മാരൊക്കെ ഭഗവാന്മാരാവാൻ വേണ്ടി വ്യക്തിപൂജ നല്ലതല്ല, അത് മോദി ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയാണ്. ആരുദ്ദേശിച്ചായിരിക്കും അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് മോഹൻ ബഹാദൂരിനോട് ചോദിക്കണം. എങ്കിലും എന്ത് തോന്നുന്നു, അദ്ദേഹം ആരുദ്ദേശിച്ചായിരിക്കും? അദ്ദേഹം ഉദ്ദേശിച്ച ആളെ തൽക്കാലം BJP നേതാക്കൾക്ക് RSS നേതാക്കൾക്കും പറയാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനും ആ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം മോദിയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇന്ത്യയിൽ നിലവിൽ വ്യക്തിപൂജ ഏറ്റവും വലിയ രീതിയിൽ ചെയ്യുന്നത് ആരാണ്? CPM-കാരാണ്. എവിടെയുണ്ട് CPM? ജയരാജൻ ആർമി നടത്തുന്നത് ആരാണ്? പിണറായി പോലും അവരെ തള്ളി പറഞ്ഞതാണ്. VS അവരെല്ലാം മറ്റു പല
വേദികളിൽ ഇരുന്ന് അവർക്ക് കയ്യടി വന്നപ്പോൾ അസ്വസ്ഥനായ വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് അത് എന്നെ പൂജിക്കാതെ വേറെ ആരെയും പിന്നെ നീ പറയുന്നത് പോലെ മോദി വ്യക്തി മോദിയെ പൂജിക്കണമെങ്കിൽ മോദിയെ ഇന്ത്യക്കാർ മാത്രമല്ല, മോദിയെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഒരു നേതാവാണ് മോദി എന്ന് പറയുന്നത്. സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർ ഇരു രാജ്യങ്ങളിൽ സമാധാന ചർച്ച നടത്തുന്നവർ. അമേരിക്ക പോലുള്ള വൻ ശക്തി UPA സർക്കാർ ഭരിച്ചിരുന്ന കാലം പോലെയല്ല പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച. ഇന്ത്യയെ സാമ്പത്തികപരമായും വാണിജ്യപരമായും പ്രതിരോധ മേഖലയിലുമൊക്കെ വലിയ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനി എന്തൊക്കെ വ്യക്തിപൂജയാണ് മോദി നടത്തുന്നത് എന്ന് പറഞ്ഞാലും RSSന്റെ ചെറിയ തട്ടിൽ നിന്ന് അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽപ്പന നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇന്ത്യ എന്ന രാജ്യത്തെ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാക്കിയത് ഇന്ത്യ ഒരു വമ്പൻ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന നരേന്ദ്രമോദിയിലൂടെയാണ്. അതിനു മുൻപ് വാജ്പേയി ഉണ്ടായിരുന്നു. വാജ്പേയിയിലൂടെ യഥാർത്ഥ നരേന്ദ്രമോദി ആരാധകർ അല്ലെങ്കിൽ സ്നേഹികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഇത്തരം രീതിയിൽ പെശകുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അല്ല, ഇത്തരം രീതിയിലുള്ള പെശക് ഇപ്പൊ ഭരണാധികാരി, രാജ്യത്തെ ഭരണാധികാരി മോദിയുടെ പേര് പറഞ്ഞോ? അല്ല, ഭരണാധികാരി ആത്മപരിശോധന നടത്തുന്ന പറയുമ്പോൾ മോഡിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും അത് മോഡിക്ക് നേരെ കൂടി തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ആരും പറയേണ്ട ആവശ്യമില്ല. ഗഡ്കരി ഉദ്ദേശിച്ച ഭരണാധികാരി ആരാ? പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തെ ഭരണാധികാരി എന്ന് പറയുമ്പോ ആരാണ്? ആർക്ക് നേരെയായിരിക്കും? മോദി അപ്പം രാജ്യത്തെ ഭരണാധികാരിയാണ്. മോദിയും ഭരണാധികാരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ഉറപ്പ്? എന്ത് രാഷ്ട്രപതി ആത്മപരിശോധന നടത്തണമെന്ന് പറയാത്ത ഇത്തരം കഴമ്പില്ലാത്ത വാദങ്ങൾക്കൊക്കെ എന്ത് പ്രതികരണം തരാനാണ്? അല്ല, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഗഡ്കരി പറഞ്ഞിട്ടുണ്ടോ മോദിക്കെതിരെയാണ് ഞാൻ പറയുന്നത്? പറഞ്ഞിട്ടുണ്ടോ? മോദി ആത്മപരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മോദിയുടെ പേര് പറയാതെ എന്തിനാണ് മോദിയാണതെന്ന് പറയുന്നത്? മോദി ആയിക്കൂടെ എന്നും കൂടി നമുക്ക് കരുതാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ആവാം, ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മോദി അല്ലല്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഗഡ്കരി എവിടെയും മോദി എന്ന പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ രാജ്യത്തെ ഭരണാധികാരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയൻ ആവാം, അത് മോദി ആവാം, ആരും ആവാം. പക്ഷെ രാജ്യത്തെ ഭരണാധികാരി എന്ന് പറയുമ്പം ഡയറക്ട്ലി അത് പോകുന്നത് മോദിയിലേക്കാണ്. മാത്രമല്ല അദ്ദേഹം ഈ പാർട്ടിയുമായിട്ട് ചെറിയ രീതിയിലുള്ള പിണക്കത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട അമിത്ഷയും അതുപോലെ തന്നെ മോഡിയും പങ്കെടുക്കുന്ന ചില വേദികളിൽ എന്താണ് നമ്മുടെ ഇവിടെ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ വരികയാണ്, നിയമസഭാ ഇലക്ഷൻ. അപ്പൊ അതിന്റെ ഭാഗമായി നടക്കുന്ന ചില പരിപാടികളിൽ ഈ ഗഡ്കരിയുടെ സാന്നിധ്യം കണ്ടില്ല തുടങ്ങിയ മോദിയും അമിത്ഷായും ഗഡ്കരി തമ്മിൽ അടിച്ചു പിരിഞ്ഞു, RSSൽ നിന്ന് അകന്നു എന്നാണോ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണോ നീ? അല്ല, അങ്ങനെ വേണമെങ്കിൽ കരുതാം. പിരിഞ്ഞു എന്നല്ല, അദ്ദേഹത്തിന് RSS അല്ല BJP നേതൃത്വത്തിനോട് ചെറിയ രീതിയിലുള്ള ഒരു പരിഭവം ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം പിന്നെന്താണ് അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്? രാജ്യത്തെ ഭരണാധികാരി ആത്മപരിശോധന നടത്തണം. മാത്രമല്ല, എങ്കിൽ മാത്രമേ വിശ്വഗുരുവായി തീരുവാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തിനാണ് ആ വിശ്വഗുരു എന്ന് പറയുന്നത്? മോദിയാണെന്ന് ഗഡ്കരി പറഞ്ഞിട്ടുണ്ടോ? വിശ്വഗുരു എന്ന് നേരത്തെ കുറെ തവണ ഞങ്ങൾ വിശ്വഗുരു ആവും എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്, BJP പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വിശ്വഗുരു ആകുമെന്ന്. അപ്പൊ അത് ഡയറക്ട്ലി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ വിശ്വഗുരു എന്ന്? അതിലും വലിയ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട്. മോദിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഡയറക്ട്ലി മോഡി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇത് BJP നേതൃത്വത്തിനെതിരെ മോദിക്കെതിരെയൊക്കെ ഉള്ളൊരു ചെറിയൊരു ഒളിയമ്പാണ് എന്നാണ്. ഒളിയമ്പ് എറിയാനുള്ള കാരണം എന്താണ്?
അത് അദ്ദേഹം വ്യക്തമാക്കണം എന്താണെന്നുള്ളത്. ഒരു അത് കാര്യം നമുക്ക് ചോദിച്ചോട്ടെ പരിശോധിക്കണം. ഗൗതം ഒരു കാര്യം ചോദിച്ചു. ഗൗതം തന്നെ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരിക്ക് ആവശ്യമായ പരിഗണന ലഭിച്ചില്ല. പ്രചരണങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിഗണന ലഭിച്ചില്ല എന്ന് പറഞ്ഞു. 2019 അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചോട്ടെ ഗൗതം പറഞ്ഞ കാര്യമാണ്. സമാധാനപ്പെടും. മോദിയുടെ പേര് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് മോദി ഞാൻ പറയട്ടെ പറഞ്ഞു ഞാൻ ആദ്യം ഇല്ല പറഞ്ഞിട്ടില്ല. ചോദിക്കാനുള്ള അവകാശത്തെ നീ നിഷേധിക്കരുത്. കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചില ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ തുടക്കത്തിൽ എവിടെയും നിതിൻ ഗഡ്കരി മോദി എന്ന വാക്ക് ഡയറക്ട്ലി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ പൂനെയിൽ നടന്ന ഈ ഒരു പുസ്തകോത്സവത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ഇവർക്കെതിരെയാണോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കൊന്നും ചോദിക്കാനില്ല. പറഞ്ഞു നീ പറഞ്ഞു തീർത്തിട്ട് പോയാ എന്ത് പറയാനാണ്? നീ പറ. ഇനിയൊന്നും പറയാനില്ല. നീ മോദിയെ കുറിച്ച് നീ 4 വാക്കുകൂടെ പറ. ഗഡ്കരി മോദിയെ കുറിച്ച് പറയുന്നു, ഗഡ്കരി പറയുന്നു എന്ന് നീയല്ലേ പറയുന്നത്. എന്നിട്ട് നീ തന്നെ പറയുന്നത് ഗഡ്കരി മോദിയെ കുറിച്ച് പറയുന്നില്ല എന്ന് നീ തന്നെ ഇവിടെ പറഞ്ഞു. അതിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതെങ്ങനെയാ നീ വെറുതെ വ്യാഖ്യാനിക്കുന്നത്? വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നോ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് നിതിൻ ഗഡ്കരിയുടെ നിതിൻ ഗഡ്കരി ഉദ്ദേശിച്ചത് മോദിയാണെന്ന് അദ്ദേഹം പറയുന്നത് വരെ നമുക്ക് വ്യാഖ്യാനങ്ങൾ നടത്തേണ്ട കാര്യമില്ല. RSS BJP തമ്മിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞത് മോഡിക്കെതിരെ ആവാം. അത് പറയാനുള്ള വേറൊരു കാര്യം പറയട്ടെ. മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്താനുള്ള അവകാശം ഈ ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ ആർക്കും ഇല്ല എന്നുള്ള ഈ രീതിയിലുള്ള സംസാരങ്ങൾ വളരെ മോശമാണ്. ഇത് സ്വതന്ത്ര ഭാരതമാണ്. ഇവിടെ ആർക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാം. അതുകൂടി ഞാൻ പറയാം. ഞാൻ നിന്നോട് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നിതിൻ ഗഡ്കരി മോദിയുടെ പേര് പറഞ്ഞോ? നിതിൻ ഗഡ്കരി മോദിയുടെ പേര് പറഞ്ഞിട്ടില്ല. പ്രേക്ഷകരെ ഇനി നിങ്ങൾ തീരുമാനിക്കും. അല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒളിയമ്പാണ്. ഞാൻ പറയട്ടെ, അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു ഒളിയമ്പാണെന്ന് നമുക്ക് ഇതിലൂടെ അദ്ദേഹം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പരിഗണനകൾ, അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിത്വം പറഞ്ഞു കഴിയട്ടെ. അതിനിടയിൽ കയറി ഇടപെടല്ലേ? അതായത് മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒരു വ്യക്തിത്വം നിർണ്ണയിക്കാൻ പാടില്ല. ഇതൊക്കെ പൂർവ്വകാലങ്ങളിൽ ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ എല്ലാ സമുദായത്തെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വഗുരുവാകാൻ സാധിക്കുള്ളൂ. തൽക്കാലം മോദിയുടെ പേര് പറയാത്തിടത്തോളം കാലം മോദിയാണെന്ന് വിശ്വസിക്കാൻ തൽക്കാലം ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ല. ഗൗതം ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോട്ടെ. എന്തായാലും എന്താണ് നിതിൻ ഗഡ്കരി നടത്തിയിരിക്കുന്നത് അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു പരാമർശമാണ്. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും.